അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് ഓണമൊക്കെ അടുത്ത് വരണല്ലേ, നമുക്കൊരു സ്കേർട്ട് തയ്ച്ചാലോ. അപ്പം ഞാനൊരു സാരി വെച്ചിട്ടാണ് സ്കേർട്ട് തയ്ക്കുന്നത്. ഇത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഈ സാരിയിൽ നിന്ന് കുറച്ച് കഷ്ണം വെട്ടിയെടുത്തിട്ട് ഞാനൊരു ചുരിദാറിൻ്റെ ടോപ്പ് തയ്ച്ചിട്ടുണ്ട്. ബോട്ടം തയ്ക്കുക എന്നൊക്കെ വിചാരിച്ച് വെച്ച മെറ്റീരിയലായിരുന്നു ഇത്. പക്ഷേ ഞാനത് വെച്ച് സ്കേർട്ട് തയ്ക്കാമെന്ന് കരുതി. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോണത് കണ്ടോ, ചുരിദാർ വെട്ടിയുടെ കഷ്ണങ്ങളാണ് കേട്ടോ കിടക്കണൊക്കെ. മുച്ചിര സാരിയായിരുന്നു. ഈ ബോർഡറൊക്കെ ഉണ്ടല്ലോ, ബോർഡർ നമുക്കിതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഞാൻ ചെയ്യണ സ്കേർട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നോക്കിക്കോട്ടോ. അപ്പോൾ ആ ബോർഡറൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ പല്ലിലൊരു ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണ്, അതുകൊണ്ട് തന്നെ സൗണ്ടിന് ഇച്ചിരി മാറ്റം ഉണ്ടാവും കേട്ടോ. ഞാൻ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ പല്ലിൽ ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കണതുകൊണ്ട് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ബോർഡർ ഞാൻ എന്താ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ രണ്ടാക്കി മടക്കി ഇടണം. രണ്ടാക്കി മടക്കി ഇട്ടിട്ട് നമുക്കിത് പാനലായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തുണി കുറവാണെങ്കിൽ നമുക്ക് പാനൽ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. പ്ലീറ്റഡ് സ്കേർട്ട് തയ്ക്കാനുള്ള തുണിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരിയിൽ നിന്ന് ഒരു 2.5 മീറ്റർ ഞാൻ മുറിച്ചെടുത്തു. പിന്നെ മുന്താണിയും കഴിഞ്ഞ് ബാക്കി 2 മീറ്ററോളം ഉള്ളൂ. പിന്നെ ലെങ്ത്ത് ഞാൻ നോക്കുകയാണ്, ആ നീളത്തിൽ തികയും കുഴപ്പമൊന്നുമില്ല, ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി ബോർഡറും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യും, അപ്പോൾ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് പാനലായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇത് നീളത്തിൽ ഞാൻ രണ്ടാക്കി മടക്കി ഇടുകയാണ്. അപ്പോൾ ഇവിടെ എന്താ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കി എടുക്കാം കേട്ടോ. ലെവലാക്കി എടുത്തിട്ട് നമുക്ക് അരവണ്ണം വേണ്ടത് 26 ഇഞ്ചാണ്. അപ്പം നമുക്ക് 10 പീസാണ് കേട്ടോ വേണ്ടത്. അതായത് 10 പാനലിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 26 നമ്മൾ 10 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അരവണ്ണം എത്രയാണെന്ന് നോക്കുക, അതിനെ നിങ്ങൾ 10 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. ഡിവിഷനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.6 അത്രയാണ് നമുക്ക് കിട്ടുക. 26 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 2.6 കിട്ടുന്നത്. അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പോൾ ആഡ് ചെയ്യണം. അപ്പോൾ 2.6 എന്നുള്ളത് നമുക്ക് 2.5 വെച്ച് പിടിക്കാം. പിന്നെ തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3.5 ഇഞ്ച് വേണം ഒരു പാനലിന്. ഓക്കെ, അപ്പം 3.5 ഇഞ്ച് വേണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇത് രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ഓരോ പാനലായിട്ട് വെട്ടിയെടുക്കാം. നമുക്ക് ആദ്യം ഒന്ന് വരച്ചൊക്കെ നോക്കണം കേട്ടോ. ഞാൻ ആദ്യം ഇപ്പോൾ 3.5 ഇഞ്ച് എന്നുള്ളത് പകുതിയായിട്ട് മടക്ക ഭാഗത്താണ് ഞാൻ ഫസ്റ്റ് മാർക്ക് ചെയ്യണത്. 1.25 ഇഞ്ച്, 3.5യുടെ പകുതി 1.25 ഇഞ്ച് ഇതാ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ താഴ്ഭാഗം കുറച്ച് ഫ്ലെയർ കിട്ടുന്ന വിചാരിച്ചിട്ട് ഞാനൊരു 12 ഇഞ്ചൊക്കെ ആക്കി നോക്കിയിട്ടോ. 12 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 6 ഇഞ്ച് നമുക്കിങ്ങനെ ചെയ്യാം. അപ്പോൾ കുറച്ച് ഫ്ലെയർ ആയിട്ട് കിട്ടുമല്ലോ എന്നൊക്കെ കരുതി. പക്ഷേ അത്രയൊന്നും കിട്ടിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങ് വെട്ടുകയല്ല ചെയ്തത്. ഇങ്ങനെ നോക്കിയിട്ട് ഓരോ പീസുകൾ വരച്ചിട്ട് ഞാൻ അളന്ന് നോക്കുകയാണ് ചെയ്തത്. നമുക്ക് 10 പീസ് കിട്ടണമല്ലോ, 10 അല്ലെങ്കിൽ 11 പീസ്. ഒരു പീസ് വേസ്റ്റ് പോയാലും നമുക്ക് 10 പീസ് കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതാ ഓരോ പീസിൻ്റെ അരഭാഗം 3.5 ഇഞ്ച് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ താഴ്ഭാഗം ഞാൻ 12 ഇഞ്ചാണ് ആദ്യം അളന്നതെങ്കിലും പിന്നീട് ഞാനത് അളന്നപ്പോഴത്തേക്കും എനിക്ക് കണ്ട ഇവിടെ മടക്കായതുകൊണ്ട് ഇവിടെ 1.25 ഇഞ്ച് കേട്ടോ. താഴ്ഭാഗത്ത് ഇതാ 4.5 ഇഞ്ചേ ഉള്ളൂ, അതായത് 9 ഇഞ്ച്. ഇവിടെ 3.5 ഇഞ്ച്. ഇനി വലിയ ഭാഗത്ത് 9 ഇഞ്ച് കേട്ടോ. അങ്ങനെ ഇതാ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് 9 പീസ്, 9 അല്ല 11 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് വന്നതൊക്കെ ഈ 2 പീസാണ്. ഫസ്റ്റ് മടക്ക് ഭാഗത്ത് കിടക്കണം മാത്രം ഒറ്റ പീസാണ്. ഞാൻ പക്ഷേ 11 തന്നെ കട്ട് ചെയ്യാണ്. ഈ പീസ് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല എങ്കിലും ഉണ്ടല്ലോ, ഈ സ്കേർട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പീസ് നഷ്ടമല്ല. ഇതിപ്പോൾ ഈ പീസ് വെച്ച് നമുക്ക് അരയിൽ പട്ട വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പാനൽ കട്ട് ഇങ്ങനെയാണ് കേട്ടോ. കുറച്ചൊന്ന് ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. താഴത്തേക്ക് എന്തോ തുണി കൂടുതലുണ്ടെങ്കിൽ താഴെ നല്ല ഫ്ലെയർ കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ തുണി അത്രയില്ല, ഞാൻ പറഞ്ഞില്ലേ ചുരിദാറിൻ്റെ ടോപ്പ് തയ്ച്ചതിൻ്റെ ബാലൻസ് വെച്ച് നമുക്ക് സ്കേർട്ടും തയ്ക്കണം ബ്ലൗസും തയ്ക്കണം. അപ്പോൾ ബ്ലൗസ് തയ്ക്കണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ സ്കേർട്ട് ആദ്യം തയ്ക്കുക, ബ്ലൗസ് എന്ന് പറയുന്നത് ക്രോപ്പ് ടോപ്പായിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് ഓരോന്നും ഞാൻ കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ തിരിച്ച് വെച്ചാൽ കറക്റ്റായിട്ട് നല്ലൊരു അപ്പോൾ ഒരെണ്ണം തിരിച്ചു വെക്കാം, ഒരെണ്ണം അങ്ങനെ തന്നെ നേരെ തന്നെ മതി. പിന്നെ അടുത്തത് തിരിച്ചു വെക്കാം. അപ്പം ഇത് കുറഞ്ഞ ഭാഗങ്ങളെല്ലാം മുകളിൽ വരുന്ന രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ തയ്യൽ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ നമ്പർ വെച്ചിട്ടുണ്ട്. നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കണം കേട്ടോ. അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യണതും ഇതിന് ലൈനിങ് ഇടുന്നതും എങ്ങനെയാണെന്നൊക്കെ കറക്റ്റായിട്ട് കാണാം. ആദ്യം നമുക്ക് ഈ പാനലുകളുണ്ടല്ലോ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പം ഞാനിങ്ങനെ
നോക്കിയപ്പോൾ ഇതിൽ ഒരു ഗോൾഡൻ ഡോട്ട് പോലെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കുറച്ച് തുണികളിലാണ് അങ്ങനെ വന്നത്. അങ്ങനെയുള്ളതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചെടുത്തത് അത് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ കാണുന്നുണ്ടോ? അതായത് കേട്ടോ. അപ്പം ഞാൻ ഡോട്ടുള്ള തുണികൾ ആദ്യം കൂട്ടി യോജിപ്പിച്ചെടുക്കുകയാണ്. അത് 5 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ 5 എണ്ണത്തിൽ ഇങ്ങനെ ഡോട്ട് വരുമ്പോൾ നമുക്കത് ഫ്രണ്ട് പോർഷനിൽ അത് കൊടുക്കാം. പിന്നെ ഡോട്ട് ഇല്ലാത്തത് ബാക്ക് പോർഷനിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് സാരി വെട്ടിയൊക്കെ തയ്ക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് തയ്ക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സാരി ഉള്ളൂ, 2 കുട്ടികളുണ്ടെങ്കിൽ ഇതേപോലെ സ്കേർട്ടും ബ്ലൗസും തയ്ക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. അല്ല, നല്ല പ്ലീറ്റഡ് ഒക്കെ ഇട്ടിട്ട് തയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഒരു സ്കേർട്ട് തയ്ച്ച് കഴിയുമ്പോൾ പിന്നെ 2 ബ്ലൗസ് തയ്ക്കാൻ കിട്ടും. അല്ലെങ്കിൽ 2 പാവാട കിട്ടും, 2 ബ്ലൗസിന് കിട്ടില്ല. അല്ലെങ്കിൽ ഒരു പാവാട 2 ബ്ലൗസും കിട്ടും, ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ. എന്നാലും നല്ല ഫ്ലെയറിൽ കിട്ടില്ല കേട്ടോ. പക്ഷേ ഈ മോഡലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് 2 പിള്ളേർക്കും തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അരവണ്ണം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അരവണ്ണത്തിനെ നമ്മൾ 10 വെച്ച് ഡിവൈഡ് ചെയ്യുക. ആ ഡിവിഷനാണ് നമ്മൾ മോൾ ഭാഗത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 10 ഞാൻ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. 26 ഇഞ്ചാണ് നമുക്ക് അരവണ്ണം കിട്ടിയത്. അതിന് 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.6 കിട്ടും. ഞാൻ അത് 2.5 ആക്കി എടുത്തു, 2.5 ആക്കി എടുത്തു. എന്നിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. അപ്പുറം ഇപ്പുറം നമുക്ക് അടിക്കണ്ടേ ഓരോ പീസിൻ്റെ. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുമ്പോൾ നമുക്ക് 3.5 കിട്ടും. ആ 3.5 നമ്മൾ മോൾ ഭാഗത്ത് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ താഴ്ഭാഗത്ത് നമ്മുടെ ഇഷ്ടത്തിന് ഫ്ലെയർ കൂട്ടാട്ടോ. എന്തായാലും 3.5നേക്കാളും കുറച്ച് കൂടുതലായിരിക്കണം, കുറഞ്ഞു പോകരുത്. അപ്പം മോൾ ഭാഗത്ത് നമ്മൾ ഇട്ടതിനേക്കാളും കുറച്ച് 2-3 ഇഞ്ച് കൂടുതലായിട്ട് താഴെ കൊടുക്കാം. ഞാൻ ആദ്യം 12 ഇഞ്ച് ഇടാമെന്നാണ് കരുതിയത്. പക്ഷെ അത്രയും തുണിയില്ലാത്തത് കൊണ്ട് ഞാൻ എന്താ ചെയ്തത്, 9 ഇഞ്ചാണ് താഴെ കൊടുത്തത്. അങ്ങനെ വരച്ച് നോക്കിയതാട്ടോ, അല്ലാതെ അതിനൊക്കെ പ്രത്യേകിച്ച് കാൽക്കുലേഷനൊന്നുമില്ല. ഞാൻ പതുക്കെ കാൽക്കുലേറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയതാണ് 9 ഇഞ്ച്. ആ 9 ഇഞ്ചാണ് ഞാൻ താഴ്ഭാഗത്ത് കൊടുത്തത്. ആദ്യം മടക്ക് ഭാഗത്ത് മാർക്ക് ചെയ്യണതുകൊണ്ട് തന്നെ മുകളിൽ 1.25 ഇഞ്ചും താഴ്ഭാഗത്ത് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ ഉള്ളതൊക്കെ നിവർന്ന് വരണേയില്ലേ. അണ്ടർസ്കേർട്ട് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. ആ നിവർന്ന് വരുന്നിടത്ത് മുകളിൽ 3.5 ഇഞ്ചും താഴ്ഭാഗത്ത് 9 ഇഞ്ചും മാർക്ക് ചെയ്തു കേട്ടോ. കണക്കുകൾ കൂടുതൽ പറയുമ്പോഴേ പലരും പറയും അയ്യോ മനസ്സിലായില്ല എന്ന് പറയും. നിങ്ങളൊന്ന് കടലാസിൽ എഴുതി നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കൂ. നമ്മുടെ ക്ലാസ്സിൽ ബേസിക് ക്ലാസ്സിലാണെങ്കിൽ അണ്ടർസ്കേർട്ടൊക്കെ ഞാൻ അങ്ങനെ തന്നെയാട്ടോ പഠിപ്പിക്കുന്നത്. പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കാൻ പറയും. പേപ്പറിൽ കട്ട് ചെയ്ത് കാണിച്ചും കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനെ സംശയം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ നമ്പർ എടുക്കുക കേട്ടോ. കമൻറ്റ് ബോക്സിൽ നമ്പർ ഉണ്ട്. തയ്യൽ മുഴുവൻ പഠിപ്പിച്ച് തരും കേട്ടോ. ഇനിയിപ്പോൾ തയ്യൽ കുറച്ചറിയാവുന്നവർക്ക് ഒരു ധൈര്യം കിട്ടാനും ഫാഷൻ ഡിസൈനിങ് ആയിട്ടുള്ള കുറേ മോഡലുകൾ പഠിക്കാനാണെങ്കിൽ അങ്ങനത്തെ ക്ലാസ്സും ഉണ്ട് കേട്ടോ. എന്തായാലും ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിലുണ്ട്. അത് നോക്കിയിട്ട് എന്നെ വിളിക്കാം. അപ്പോൾ ഞാൻ ഈ ഡോട്ടുള്ളതെല്ലാം ഫ്രണ്ട് പോർഷനിൽ വരുന്ന വിധത്തിൽ ഇതാ തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, 5 എണ്ണമാണ് ഇട്ട് വിടാം. അതുപോലെ തന്നെ ബാക്കിലും 5 എണ്ണം. ഞാൻ 10 എണ്ണം പിടിപ്പിച്ചുള്ളൂ. അപ്പോൾ തന്നെ അരവണ്ണം ഓക്കെ വരുന്നുണ്ട്. ഒരെണ്ണം എക്സ്ട്രാ ഉണ്ട്, അത് കുഴപ്പമില്ല. എക്സ്ട്രാ ഒരെണ്ണം അത് വെട്ടി നിർത്തിയില്ലെങ്കിലുണ്ടല്ലോ എല്ലാ പാനലും കറക്റ്റായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഡോട്ടുകളെല്ലാം ഫ്രണ്ട് സൈഡിൽ വരുന്ന രീതിയിൽ. ബാക്കിൽ ഡോട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലൈനിങ്ങിന് ഞാൻ നോക്കിയപ്പോൾ 2 പീസ് തുണി ഉണ്ടായിരുന്നു. പിന്നെ സിയാമോളല്ലേ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. കളർ ഇച്ചിരി വ്യത്യാസം ഉണ്ടെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ലൈനിങ് ഇടുന്നത് വേറൊരു രീതിയിലാണ്. താഴ്ഭാഗത്ത് കുറച്ചൊന്ന് പഫിയായിട്ട് നിൽക്കുന്ന രീതിയിൽ ഇടണ കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് ഇതിൻ്റെ ഈ കച്ചറ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി കൊണ്ടുവരാം. എന്നിട്ട് അത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം എൻ്റെ ഈ പല്ലിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അത് വേഗം റെഡിയാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിത്തിരി പെയിൻ ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇത്ര മാറിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ 2 ആക്കി മടക്കിയതിന് ഞാൻ ഒന്നുകൂടെ മടക്കി 4 ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കേർട്ടും നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്നുകൂടെ മടക്കിയാൽ മതി കേട്ടോ. സ്കേർട്ടിന് ഇതാ ഒന്നുകൂടെ ഇങ്ങനെ ഇങ്ങോട്ട് മടക്കിയിടുക. എന്നിട്ട് ഈ മടക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ലൈനും കൊടുത്തേക്കുന്ന ക്രൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ പാനൽ പോലെ കട്ട് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇതേ അടിഭാഗത്ത് കുറച്ചൊന്ന് വീർത്തി നിൽക്കട്ടെ. ഇങ്ങനെ കുട്ടികളാകുമ്പോഴേ തീരെ ഒട്ടി കിടന്ന ഭംഗി ഉണ്ടാവില്ലല്ലോ. അതിന് വേണ്ടിയാണ് ഈ ഒരു മോഡൽ. പിന്നെ ലൈനിങ് ഇങ്ങനെ കഷ്ണമായതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ ആ സ്കേർട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്തതിലൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ട, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ അടിഭാഗം ഉണ്ടല്ലോ അതൊന്ന് വെട്ടി ലെവൽ ചെയ്യാൻ ഈ മൂലഭാഗത്തേക്ക് ഒന്ന് കേർവ് ചെയ്ത് കയറി നിൽക്കണം കേട്ടോ. അതിങ്ങനെ ഹാങ് ചെയ്ത് പോവരുത്.
ഇതുപോലെ ഒന്ന് കയറ്റി വെട്ടിയെടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ സ്കേർട്ട് പാർട്ട് മറ്റേ ലൈനിങ് ഉണ്ടല്ലോ അത് നമുക്ക് അടിയിൽ വെച്ച് കൊടുക്കണം. അടിയിൽ വെച്ച് കൊടുക്കുമ്പോൾ മാക്സിമം ചുരുക്കിട്ട് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ താഴ്ഭാഗം ഒന്ന് വിടർന്ന് നിൽക്കൂട്ടോ. അപ്പോൾ ഞാൻ ഈ ലൈനിങ്ങിൻ്റെ പീസേ ഒന്ന് 3 മടക്കിയെടുക്കുകയാണ് നീളത്തിലിട്ടിട്ട്. മാക്സിമം ചുരുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നമുക്ക് അത്രയും ലെങ്ത്ത് മതി. അപ്പോൾ ഇതിനിങ്ങനെ മടക്കിയിട്ടിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. 3 പീസാക്കി എടുത്തിട്ട് അത് 3 കൂടെ നീളത്തിൽ ജോയിൻ ചെയ്ത് ചുരുക്കിട്ടിട്ട് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. സാധാരണ ഇപ്പോൾ ഇങ്ങനത്തെ മിടിയൊക്കെ വരണുണ്ടല്ലോ ആ ഒരു മെത്തേഡ്. പക്ഷേ താഴ്ഭാഗത്ത് ഇത്തിരി കൂടെ വിരിവ് കിട്ടിയാലാണ് നമ്മുടെ സ്കേർട്ട് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നെറ്റ് വെച്ചാലും മതി കേട്ടോ, സ്റ്റിഫ് നെറ്റ് ഉണ്ടല്ലോ അത് വെച്ചാലും മതി. പക്ഷേ സിയാമോൾ ഇടൂല സ്റ്റിഫ് നെറ്റ് ഒന്നും വെച്ചാൽ, അതുകൊണ്ടാണ് ഞാനത് വെക്കാത്തത്. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, പക്ഷെ അവൾക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെ ചുരുക്കിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം പഫി ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കിതാ ലൈനിങ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 പീസായിട്ടാണല്ലോ ലൈനിങ് ഇരിക്കുന്നത്. അതിനൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമ്മുടെ പ്ലേറ്റ്സ് ഇട്ട് ആ ലൈനിങ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. പ്ലേറ്റ്സ് ഇട്ടിട്ടില്ല, പ്ലേറ്റ്സ് ഇട്ടിട്ട് വേണം ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് അടിച്ചെടുക്കണം. 2 പീസും കൂടെ അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ അടിക്കാൻ കൊണ്ടെന്ന് വെച്ചാൽ മെഷീൻ ഓഫായിരുന്നു, ഇപ്പോൾ ഓണാക്കിയിട്ട് ഇത് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ചേരണം എന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ നിന്ന് നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കുക. ഓക്കെ, അപ്പോൾ നമ്പർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്പർ മാത്രമല്ല ഡീറ്റെയിൽസും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. 2 ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ലൈനിങ് ഉണ്ടല്ലോ താഴത്തേക്ക് വെക്കാനുള്ള 3 പീസായിട്ടാണല്ലോ ഇരിക്കുന്നത്. അത് നമുക്കിങ്ങനെ ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. 3 കൂടെ ഒരുമിച്ച് നീളത്തിൽ ജോയിൻ ചെയ്തെടുക്കണം. പല്ലിന് നല്ല പെയിൻ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് വർത്തമാനത്തിൽ ഇങ്ങനെ കൊഴിഞ്ഞു പോണത്. എന്തായാലും കുറച്ച് ദിവസം പിടിക്കും എന്തായാലും ഇത് മാറി വരാനായിട്ട് പിടിക്കുമെന്ന് എനിക്ക് തോന്നണം. അത് അങ്ങനെ നീരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നീരൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും പെയിൻ ഉണ്ട് നല്ലോണം. അപ്പോൾ ദാ നമ്മളിങ്ങനെ പീസുകളെ യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ സൗണ്ടിൽ മാറ്റം വരണുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഇന്ന് വീഡിയോ ഇടണ്ടെന്നൊക്കെ കരുതിയിട്ടാണ്, പിന്നെ നിങ്ങൾ എന്നെ പ്രതീക്ഷിച്ചിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ സ്കേർട്ടായിട്ട് വന്നത്. ഇനി സ്കേർട്ടിൻ്റെ ടോപ്പ് വയ്ക്കണേ കൂടെ കാണിച്ചു തരാട്ടോ അടുത്ത ദിവസം. സ്കേർട്ടിൻ്റെ ടോപ്പ് വയ്ക്കുമ്പോഴേ വേറൊരു മെത്തേഡിൽ തയ്ക്കണേ ഞാൻ കാണിച്ചു തരാം. ക്രോപ്പ് ടോപ്പായിട്ട് തയ്ച്ചാൽ മതി, ഒത്തിരി വലിയ ടോപ്പൊന്നും വേണ്ട. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ ഈ പ്ലേറ്റ്സ് ഉണ്ടല്ലോ, പ്ലേറ്റ്സ് ആ പീസ് 3 ഒരുമിച്ച് നീളത്തിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലിങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം. പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം തിക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനാണ് അത്രയും 3 പീസ് യോജിപ്പിച്ചെടുത്തത്. നമുക്ക് അതിന് കണക്കൊന്നും ഞാൻ വെച്ചില്ല, മാക്സിമം ഉണ്ടായിരുന്ന തുണി, അതായത് 1 മീറ്ററിൻ്റെ മെറ്റീരിയലായിരുന്നു. അതിനെയാണ് ഞാൻ 3 കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയത് കേട്ടോ. അപ്പം നമ്മുടെ ഉള്ള മെറ്റീരിയൽ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നെറ്റ് പിടിപ്പിച്ചാലും മതി കേട്ടോ, സ്റ്റെഫ് നെറ്റ് പിടിപ്പിച്ചാലും മതി, അതിഷ്ടമുള്ളവർക്ക്. അപ്പോൾ അതായത് ഇങ്ങനെ കുഞ്ഞു പ്ലീറ്റ്സ് അടുപ്പിച്ചിട്ടിട്ട് മൊത്തത്തിൽ പ്ലീറ്റ്സ് ഇട്ട് പിടിപ്പിക്കുക കേട്ടോ. ഇനി നമ്മുടെ സ്കേർട്ട് ഉണ്ടല്ലോ, നമ്മൾ 2 പീസ് യോജിപ്പിച്ചെടുത്തില്ലേ, ലൈനിങ് സ്കേർട്ട് അല്ല ലൈനിങ്, അതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനത്തെ മിടിയുണ്ട് കേട്ടോ, നമ്മൾ 3 ലെയർ 4 ലെയറായിട്ടൊക്കെ തയ്ക്കില്ലേ, ആ ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ താഴേക്ക് വരുമ്പോൾ നല്ല വിരിവിൽ കിടക്കും. അപ്പോൾ നമ്മുടെ സ്കേർട്ട് കാണാനും ഭംഗിയുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തയ്ച്ചേക്കുന്നത് പാരൽക്കട്ട് സ്കേർട്ടാണ്. അതിൻ്റെ അടിയിൽ കുഞ്ഞുങ്ങളാവുമ്പോൾ ഉണ്ടല്ലോ ചെറിയ ഒരു ഷെമ്മീസായിരിക്കും ഇടുക, എന്നിട്ട് ഈ സ്കേർട്ട് ഇട്ടിട്ട് കാണാൻ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ലൈനിങ് ഇതേപോലെ പിടിപ്പിച്ചിട്ട് പിന്നെ ഷെമ്മീസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇത്തിരി കൂടെ വലിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഷെമ്മീസ് ഇടും, അതല്ല ഞാൻ പറഞ്ഞത്. തീരെ പൊടി മക്കൾക്കൊക്കെ ഇതേപോലെ ലൈനിങ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. അരഭാഗത്ത് ഇങ്ങനെ ബൊന്ന് വരിക്കുകയില്ല. അപ്പോൾ അതൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ സ്കേർട്ടിലേക്ക് പിടിപ്പിച്ച് കൊടുക്കട്ടെ. അപ്പോൾ സ്കേർട്ടിലേക്ക് പിടിപ്പിച്ചപ്പോൾ ഒരിത്തിരി കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. കൂടുതൽ അതിൽ നിന്ന് വെട്ടിക്കളയൊന്നും ചെയ്തില്ല. ഇങ്ങനെ ഒപ്പം പിടിപ്പിച്ചിട്ട് ഒപ്പം ഇങ്ങനെ തയ്ച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടേ അറ്റം വരെ തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിങ്ങനെ തയ്ച്ച് വന്നപ്പോൾ കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ കുഞ്ഞു പ്ലേറ്റ്സ് ഇടയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് എന്താണെന്ന് നോക്കിയാൽ അരഭാഗത്ത് പട്ട പിടിപ്പിക്കണം. അതുപോലെ തന്നെ കണ്ട താഴ്ഭാഗത്ത് ഒരു തുണി കൂടുതലുള്ള പോലെ തോന്നണുണ്ട്, ഒരു പഫി ആയിട്ട് നിൽക്കും കേട്ടോ.
ഇനി സൈഡ് കൂട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലൈനിങ്ങിൻ്റെ അടി അടിക്കണം, പിന്നെ പട്ട പിടിപ്പിക്കണം, അടിയിൽ നമ്മുടെ ബോർഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, സൈഡ് കൂട്ടാം. സൈഡ് കൂട്ടാനായിട്ട് ഇതാ നോക്കിയാൽ നമ്മുടെ മോൾ ഭാഗത്തുണ്ടല്ലോ ഒരുമിച്ച് പിടിച്ച് ഒന്ന് മടക്കിയിട്ട് ഒരു 5 ഇഞ്ചോളം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കിത് ഹുക്ക് ഇടാനോ വള്ളി ഇടാനോ ഒക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് ഇടാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു, അല്ലെങ്കിൽ ഇവിടെ സിബ് വെച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ സിബ് വെക്കണില്ല, അവിടെ നമുക്ക് മടക്കി അടിക്കാം. മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 4 ഇഞ്ച് വീതിയുള്ള ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അളന്ന് നോക്കുകയാണ് കേട്ടോ ഞാൻ. 4 ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ അരവണ്ണത്തിനേക്കാളും ഒരു 2 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ എൻ്റെ ഭാഗം ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതാ മോൾ ഭാഗത്ത് ഇങ്ങനെ നല്ല വശത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നല്ല വശത്ത് വെച്ച് ഇതുപോലെ ഒപ്പം വെച്ചിട്ട് നമുക്കിങ്ങനെ അടിക്കാം. അടിച്ച് അവസാനം എത്തുമ്പോഴത്തേക്കും അകത്തേക്ക് മടക്കി വെച്ചാൽ മതി കേട്ടോ. അത് കാണിച്ചു തരാം. ഇതുപോലെ അങ്ങറ്റം വരെ അടിച്ചെടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓണമൊക്കെ ആകുമ്പോൾ ഇതേപോലത്തെ സാരിയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ സ്കൂളിലൊക്കെ ഓണം സെലിബ്രേഷനൊക്കെ വരുമ്പോൾ എന്തായാലും നമുക്ക് കുറേ പട്ടുപാടയും ധാവണിയും ബ്ലൗസും ഒക്കെ അത്യാവശ്യമായിട്ട് വരുമല്ലോ. നമ്മുടെ ഷോപ്പിലൊക്കെ ഇഷ്ടം പോലെ ബ്ലൗസ് തയ്ക്കുന്ന ടൈമാണത്. 100 ബ്ലൗസ് വരെ തയ്ച്ച വർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൊറോണയ്ക്ക് മുന്നേയൊക്കെ. കൊറോണയ്ക്ക് ശേഷമാണ് പിന്നെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ലോകം നല്ലോണം ബ്ലൗസ് തയ്ച്ചായിരുന്നു കേട്ടോ. കോളേജ് പിള്ളേർക്കും സ്കൂൾ പിള്ളേർക്കും ഈ +2-നൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ അവർക്കൊക്കെ. അത് കൂടുതലും പ്രിൻസസ് കട്ട് ബ്ലൗസ്. അതായത് ഈ എൻ്റെ ഭാഗം നമുക്കിങ്ങനെ മടക്കി നീറ്റായിട്ട് അടിച്ചെടുക്കാം. പ്രിൻസസ് കട്ട് ബ്ലൗസാണ് കൂടുതലും നമ്മൾ ഈ ഓണ സമയത്ത് അടിക്കുന്നത്. പിന്നെ അതല്ലാതെ പല മോഡലുകൾ പറയും. യൂണിഫോമായിട്ടൊക്കെ ഇപ്പോൾ ഓഫീസിലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരേപോലത്തേക്ക് അടുപ്പിക്കുമല്ലോ. അങ്ങനെ ഇതായി എൻ്റെ വരെ നമ്മളിങ്ങനെ അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ട നീറ്റായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒന്ന് മടക്കി ഒന്നുകൂടെ മടക്കി ഇതുപോലെ അങ്ങനെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വള്ളി ഓർത്താൽ മതി. അതല്ല എന്താ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ടേക്കണണ്ട. 4 പ്ലേറ്റ്സ് ഒക്കെ വന്നിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, 4 എണ്ണേ വന്നിട്ടുള്ളൂ. ഇനി വള്ളി ഓർക്കുകയോ ഹുക്ക് വെച്ച് കൊടുക്കുകയോ എന്താണെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ വള്ളി ഓർക്കാനാണ് വിചാരിച്ചത്. ഇതിൻ്റെ തന്നെ വള്ളി അടിച്ചെടുത്തിട്ടേ അത് കോർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അറ്റം വരെ അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് വയ്ക്കണത് ഞാൻ ഉടനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും പിള്ളേർക്ക് തയ്ച്ചൊക്കെ കൊടുക്കാമല്ലോ. ധാവണിക്കൊക്കെ പറ്റൂ കേട്ടോ. ഈ സ്കേർട്ട് ധാവണിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ അറ്റം വരെ ഒന്ന് പിടിച്ച് മടക്കി ഇതുപോലെ അടിച്ചെടുക്കാം. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വക്ക് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് സൈഡ് അടിച്ചു കൊടുക്കണം. സൈഡ് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ലൈനിങ് ഉള്ളത് അടിക്കുമ്പോൾ ഒരുമിച്ച് അങ്ങ് അടിക്കരുത് കേട്ടോ. ഞാൻ കാണിച്ചു തരുന്ന പോലെ തന്നെ അടിക്കണേ. ഇങ്ങനെ കറക്റ്റായിട്ട് ഒപ്പം പിടിക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക. കണ്ട അടിച്ച് തുടങ്ങിയിട്ട് എന്താ ചെയ്യണമെന്ന് നോക്കി, നമ്മുടെ ലൈനിങ് മുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കും കേട്ടോ. അതാ അടിയിലത്തെ മാറ്റി മുകളിലത്തെ മാറ്റി. അപ്പം നല്ല പീസ് മാത്രമാണ് നമ്മൾ അടിക്കണത്. നല്ല പീസ് മാത്രമാണ് കേട്ടോ അടിക്കണത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൈനിങ് അടിച്ചു കൊടുക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഇതുപോലെ അറ്റം വരെ അടിച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് അറ്റം വരെ അടിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മളിതിന് എന്താ പറയുക, പട്ട് വെച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ പാനൽ കട്ട് ചെയ്യുമ്പോഴേ നമ്മുടെ കസവ് അത് കട്ട് ചെയ്ത് പോകരുത്. അത് ആദ്യം മുറിച്ച് മാറ്റിയിട്ട് വേണം നമ്മൾ പാനൽ കട്ട് ചെയ്യാൻ. അത് കട്ട് ചെയ്ത് പോയാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അതിനാണ് ഞാൻ ആ കസവ് ബോർഡർ ഞാൻ മാറ്റി വെച്ചത്. കസവ് എന്ന് പറയാനൊന്നുമില്ല, ഒരു ബോർഡർ ഉണ്ടാവില്ല മജന്ത കളറ്. ഇനി ഇതാ നമുക്ക് ലൈനിങ് അടിച്ചു കൊടുക്കാം. അവിടെ നിന്ന് തന്നെ അടിച്ചിങ്ങോട്ട് തുടങ്ങുക. എന്നിട്ട് ലൈനിങ് ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പാനൽ കട്ട് ഫ്രോക്കൊക്കെ ചെയ്യുകയാണെങ്കിലും ഇതേപോലെ തന്നെ അടിക്കുക. നമുക്കിപ്പോൾ ഈ കേരള സാരിയുടെ ഒക്കെ ഉണ്ടല്ലോ പാനൽ കട്ട് ഫ്രോക്കൊക്കെ അടിക്കാൻ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് ഈ കസവ് ബോർഡർ അങ്ങ് മാറ്റി വെക്കും. അതിനുശേഷം ഇത് വെച്ച് പാനലൊക്കെ ചെയ്തിട്ട് അടിയിൽ നമ്മൾ ആ ബോർഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ബോർഡർ അറ്റാച്ച് ചെയ്യണതിനും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുണ്ട്. അതിൻ്റെ തയ്യൽ തുമ്പൊക്കെ ഇങ്ങനെ നീങ്ങിട്ടുണ്ടെങ്കിൽ ഈ സാരിയുടെ ഒക്കെ അല്ലേ നൂലഴിഞ്ഞ് പോകുമല്ലോ.
അപ്പോൾ അത് പൊതിഞ്ഞൊക്കെ അടിക്കണം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം മടക്കി അടിക്കണം. അത് ഞാൻ കാണിക്കുന്നില്ല. അടിഭാഗം അങ്ങ് മടക്കി അടിച്ചാൽ മതി ലെവൽ ചെയ്തിട്ട്. ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ അടിവശത്ത് ഈ ബോർഡർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ബോർഡറിൻ്റെ സ്കേർട്ടിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ അടിച്ചു കഴിഞ്ഞല്ലോ. പിന്നെ ഇതിന് ഇത്തിരി ഏറ്റക്കുറച്ചിലൊക്കെ വന്നിട്ടുണ്ട്. അതൊന്ന് വെട്ടി ലെവലാക്കണം കേട്ടോ. ലെവലാക്കിയിട്ട് വേണം നമുക്കിത് പിടിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. അതുകൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഈ ബോർഡർ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇതുകൊണ്ട് നിലത്ത് വിരിച്ചിട്ടിട്ട് അതൊന്ന് വെട്ടിക്കളഞ്ഞ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ല വശം ഉണ്ടല്ലോ, ഈ ബോർഡറിന് നല്ല വശം ഉണ്ടാവും. ആ നല്ല വശം നമ്മുടെ സ്കേർട്ടിനോട് ഇങ്ങനെ ചേർത്ത് വെക്കുക. അപ്പോൾ ഈ സ്കേർട്ടിൻ്റെ ഒരു സൈഡിൽ വരുന്ന ജോയിൻ്റ് ഒരു ഇത്തിരി ഒന്ന് പൊട്ടിച്ചു, ഒരുപാടൊന്നും പൊട്ടിക്കണ്ട കേട്ടോ, ഒത്തിരി മതി. അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു വൃത്തിയില്ലാത്ത പോലെ ഇരിക്കും. അവിടെ നമുക്ക് അടിച്ചു കൊടുത്താൽ മതി ലാസ്റ്റ്. ഇനി ഉണ്ടല്ലോ നമുക്ക് ഈ ബോർഡറിൻ്റെ കുഞ്ഞു തുമ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അറ്റം വരെ അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നല്ല വശം ചേർത്ത് വെച്ചേക്കാണ്. ബോർഡർ അടിയിലാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ആ തുമ്പൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. മടക്കി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്താലും മതി. ഇൻ്റർലോക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഡാമേജ് ഒന്നും ആവില്ല. അറ്റം വരെ നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. ഒരുപാട് ഫ്ലെയർ ഒന്നും ഇല്ലെങ്കിലും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, ലാസ്റ്റ് വിരിച്ചിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ലെങ്ത്ത് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഈ ബോർഡർ മൈനസ് ചെയ്തിട്ട് വേണം ലെങ്ത്ത് എടുക്കാൻ. അതായത് സ്കേർട്ട് എടുക്കുമ്പോൾ ഫുൾ ലെങ്ത്ത് നോക്കുക. അതിൽ നിന്ന് ബോർഡറിൻ്റെ ലെങ്ത്ത് എന്താ വെച്ചാൽ ബോർഡർ നമ്മൾ മുറിച്ച് മാറ്റുമല്ലോ, ലാസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഓർക്കാണ്ട് ഇത് ലെങ്ത്ത് കൂട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അതൊരു ബുദ്ധിമുട്ടായി മാറും, പിന്നെയും പണിയെടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ സിയാക്ക് ആ ഹൈറ്റ് ഓക്കെയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അതായത് റൗണ്ടിൽ അടിച്ചെടുക്കുക. അതിന് ശേഷം കണ്ടതാ ചുറ്റിന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിൻ്റെ തയ്യൽ തുമ്പ് അകത്ത് പോണ രീതിയിൽ ഇങ്ങനെ പതിച്ച് മുകളിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ പതിച്ച് കണ്ടോ, മടക്ക് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ പതിച്ച് വെച്ചിട്ട് മോൾ വശത്തിട്ട് അടിച്ചാൽ മതി, നല്ല വശത്തിട്ട് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ചുറ്റിലും ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ പതിച്ച് വെച്ചടിക്കണം കേട്ടോ. പിന്നെ ഇത് അയൺ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള സാരിയൊക്കെ പെട്ടെന്ന് കത്തിപ്പോകാനൊക്കെ ചാൻസ് കൂടുതലാണല്ലോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചുറ്റിനും അടിച്ചെടുത്താൽ മതി കേട്ടോ. കണ്ടോ, അറ്റം വരെ റൗണ്ടിൽ അടിച്ചെടുക്കുക. നല്ല നീറ്റായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. വളഞ്ഞ് പൊളഞ്ഞ് അങ്ങനെയൊന്നും പോകരുത്. കറക്റ്റ് നൂലിട്ട് തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ ഇത് മൊത്തത്തിൽ അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരട്ടെ. ഇനി അടിഭാഗം ആ സൈഡ് ഉണ്ടല്ലോ, സൈഡ് ഒന്ന് കൂട്ടി യോജിപ്പിക്കണം കേട്ടോ. നമ്മൾ അടിച്ച് കഴിയുമ്പോൾ അതായത് ഈ സൈഡ് നമ്മളവിടെ ഒരു ഇച്ചിരി പൊട്ടിച്ചിട്ടല്ലേ അതങ്ങനെ ചെയ്തത്. ഇങ്ങനെ അടിക്കുമ്പോൾ അടിയിൽ നിന്ന് അടിക്കുക. ഈ മുകളിൽ നിന്ന് അടിച്ചിട്ട് അടിയിൽ ഏറ്റക്കുറച്ചിൽ വരരുത്. അടിഭാഗത്ത് നിന്ന് തന്നെ ഇങ്ങനെ അടിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. എന്നാലും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്ക്കുന്നതൊക്കെ നല്ല ഫിനിഷിങ്ങിൽ വരും കേട്ടോ. പലരും എന്നെ വിളിക്കാറുണ്ട്, വെട്ടാൻ പേടിയാണ്, കൈ വിറയാണ്, അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ചേരാം കേട്ടോ. അതുപോലെ തന്നെ തയ്ക്കുമ്പോൾ നീറ്റായിട്ട് വരണില്ല എന്ന് അതും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും ആണെങ്കിലും ക്ലാസ്സിൽ ചേരുകയാണെങ്കിൽ എങ്ങനെയാണ് നീറ്റാക്കി എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഇനി ലൈനിങ്ങിന് അടിയും കൂടെ അടിച്ചിട്ട് നമ്മുടെ സ്കേർട്ട് എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ, നല്ല സ്കേർട്ടായിട്ട് വന്നിട്ടുണ്ട്. പാനൽ കട്ട് കഴിഞ്ഞ ദിവസം ഒരു ഉടുപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് പറഞ്ഞത് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഇന്ന് പാനൽ കട്ട് സ്കേർട്ടായിട്ട് വന്നത്. പിന്നെ നമ്മുടെ നൈറ്റിയുടെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് എൻ്റെ സ്ക്രീനിലൊരു ഇത് വരും, നമ്മുടെ നൈറ്റി റെഡിമെയ്ഡ് നൈറ്റിയാണ്, അടിപൊളി നൈറ്റിയാണ്. കുറേ പേര് എടുത്തു കേട്ടോ. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടത്, ശനിയാഴ്ച വീഡിയോ ഇട്ടു. 10 തന്നെ ഇന്നലെ സെയിലായിട്ടുണ്ട്. ബാക്കി 15 ഞാൻ 25 എടുത്തിട്ടുള്ളൂ. 15 ഇനിയുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്പർ എടുത്ത് എന്നെ വിളിക്കുക. ഓക്കെ, താങ്ക്